ഇഷ്ടപ്പെട്ട വിഭവം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയാലോ? അപ്പോൾ ഇന്ന് ഉന്നക്കായയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഉന്നക്കായ ഷേപ്പ് ഒന്ന് മാറിയിട്ട് പോളയാക്കി എടുത്തിട്ടുണ്ട്. അതിനായിട്ട് ഞാനിവിടെ 3 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. വലുതാണെങ്കിൽ 2 എടുത്താൽ മതിയാകും. അതിനുശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി 3 കോഴിമുട്ടയാണ് ആവശ്യം, അതെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് അളവിൽ പാലും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. 1 കപ്പ് അളവിൽ തേങ്ങ ചിരിവിയത് വേണം. കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ കുറച്ച് മുന്തിരിയും കൂടി വേണം. അതിൻ്റെ അളവ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടി കുറക്കൊക്കെ ചെയ്യാവുന്നതാണ്. 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. ഫില്ലിങ്ങിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഈ നെയ്യ് നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പും അതുപോലെ മുന്തിരിയും കൂടി ഒന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. നന്നായിട്ട് തന്നെ ഒന്ന് റോസ്റ്റ് ആവട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. അത് നന്നായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച തേങ്ങ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. 1 കപ്പാണ് ഞാനിവിടെ തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഈ നെയ്യൊക്കെ ഈ തേങ്ങയിൽ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അളവിലാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. അതും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ആ പഞ്ചസാര ഒന്ന് അലിയുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം ഏലക്കാപ്പൊടിയാണ് ഞാനിവിടെ പഞ്ചസാര ചേർത്തിട്ടാണ് ഏലക്ക ഇങ്ങനെ പൊടിച്ചിട്ടുള്ളത്. അതാണ് ഒരു വൈറ്റ് കളറുള്ളത് കേട്ടോ. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എല്ലാ മിക്സും റെഡിയായി. ഈ ഒരു രീതിയിൽ റെഡിയാക്കി എടുത്താൽ മതി. ഇതിനി ചൂടാറാൻ മാറ്റി വെക്കാം. ആ സമയത്ത് നമുക്ക് ഇതിൻ്റെ ഒരു ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച പഴക്കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. ഈ പഴക്കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് കോഴിമുട്ട ഒഴിച്ചു കൊടുക്കുക. പിന്നീട് നമുക്ക് വേണ്ടത് അതിലേക്ക് പാലാണ്. ഒരു 1/2 കപ്പ് അളവിൽ പാലും കൂടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു നുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക കേട്ടോ. മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം വീണ്ടും അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുക. ശ്രദ്ധിക്കുക, ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ അളവിലാണ് പഞ്ചസാര എടുത്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നന്നായിട്ടൊന്ന് അരച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കുക. ഒട്ടും കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് ബാറ്റർ നമുക്ക് വേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചുവട് കട്ടിയുള്ള ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് തടവി കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും നെയ്യൊന്ന് തടവി കൊടുക്കുന്നുണ്ട് കേട്ടോ. എണ്ണയായാലും കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം നമ്മൾ ഈ ബാറ്ററിൻ്റെ പകുതി ഭാഗം മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പകുതി പോർഷൻ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ തേങ്ങ ഒക്കെ റെഡിയാക്കി വെച്ച ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കട്ടെ. ഞാനിവിടെ ചെറിയൊരു ഫ്രൈ പാനാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുറച്ച് അധികം തന്നെ അതിൽ ഫില്ലിങ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ കുറച്ചും കൂടി വലിയ ഫ്രൈ പാനാണ് ഉപയോഗിക്കണമെങ്കിൽ ഫില്ലിങ് കുറച്ച് കനം കുറച്ച് ഇട്ട് കൊടുത്താൽ മതിയാകും കേട്ടോ. അങ്ങനെ ഇതാ മുഴുവനായിട്ട് ഞാനിതിലേക്ക് ഫില്ലിങ് മൊത്തമായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ബാക്കിയുള്ള ബാറ്ററും കൂടി മൊത്തമായിട്ട് ഫില്ലിങ്ങൊക്കെ കവർ ചെയ്യുന്ന രീതിയിൽ മൊത്തമായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ കുക്കാക്കി എടുക്കാം. 1/2 മണിക്കൂർ കുക്കായിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് തൊട്ട് നോക്കുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഒന്നും ഒട്ടി പിടിക്കണമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഉള്ളിൽ കുക്കഴിക്കണമെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഉള്ളിൽ കുക്കായിട്ടില്ലെങ്കിൽ ഈ കുത്തി നോക്കുമ്പോൾ തന്നെ അതിന്മേൽ കൂടെ ഈ സമയത്ത് കുക്കായിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ബാറ്ററി സ്റ്റിക്കിൽ പിടിക്കും. അപ്പോൾ അതൊന്നുമില്ല, നല്ല ക്ലിയറാണ്. ഇനി ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം കൂടി മറിച്ചിട്ടതിന് ശേഷം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കുക്കാക്കിയെടുക്കാം. അതിനായിട്ടൊരു തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒന്ന് നെയ്യ് എല്ലാ ഭാഗത്തും തടവിയതിന് ശേഷം ഇതൊന്ന് നേരിട്ട് മറിച്ചിട്ട് കൊടുക്കുക. നിങ്ങൾ ഇനി ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാൻ പ്രയാസമാണെങ്കിൽ ഒരു പ്ലേറ്റ് മുകളിൽ വെച്ചിട്ട് മറിച്ചിട്ടതിന് ശേഷം ഇതിലേക്ക് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഫ്രണ്ട് പോർഷനും നല്ല രീതിയിൽ തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട്. അടിപൊളി ഉന്നക്കായ പോളയാണ്. ഉന്നക്കായ കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. എന്നാൽ അത് ഉരുട്ടിയെടുക്കാനുള്ള പ്രയാസം കൊണ്ടാണ് നിങ്ങൾ കഴിക്കാത്തതെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉന്നക്കായ പോള നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.